വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പ്രിയമുള്ളവരെ, ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, മരുഭൂമിയിലെ ജീവിതങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് എല്ലാ ദിവസങ്ങളിലും ഇല്ല, ചില ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ അവർ ചോറ് വെക്കുന്ന കുക്കറാണത്. ഇതൊരു ചട്ടി, വലിയ ചട്ടി. ഇതിനാണ് കോഴി വേവിക്കൽ. ഇതൊക്കെ വലിയ തീ ഇങ്ങനെ ആളി കത്തിച്ച് അതിൻ്റെ ഉള്ളിൽ വെക്കണ ഫുൾ കരിയാണ്. മേത്ത് തട്ടിയ ഫുൾ കരിയാവും. അജാതി പാത്രങ്ങളാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇതൊക്കെയാണ് മരുഭൂമിയിലെ വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം എന്നുള്ളതിലുള്ള ഒരു വീഡിയോ ആണ് ഇതാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് പെരുന്നാൾ ദിവസമാണ്, വെള്ളിയാഴ്ചയാണ്. മരുഭൂമിയിലാണ് നമ്മൾ. എന്ത് പെരുന്നാളായാലും, എന്ത് വെള്ളിയാഴ്ച ആയാലും, എന്ത് കല്യാണമായാലും നാട്ടിൽ നമുക്ക് ഇതാണ് നമ്മുടെ ജോലി. കണ്ടോ, മരുഭൂമിയിലാണ് കേട്ടോ. വെള്ളിയാഴ്ചയാണ്, പെരുന്നാളാണ്. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒന്നിച്ച് വന്നിട്ടും ബാപ്പാക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളെ സൗദികൾക്ക് വെള്ളിയാഴ്ച ഇന്ന് ഇവിടെ പാർട്ടിയാണ്. എല്ലാ വെള്ളിയാഴ്ച ഉണ്ടാകുന്ന പോലെ പെരുന്നാളാണ്. ഒന്നും വർഷമല്ല അവർക്ക്. ഇത് അവർ കൈ വെച്ച് കുത്തിയിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അവർ ഇരിക്കാനുള്ള സീറ്റ് നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടോ. ഇതാണ്, ഈ സീറ്റിലാണ് അവരിയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കി അതിൻ്റെ ചോട്ടിൽ വെക്കാനാണ് മഴയൊക്കെ തട്ടായിരിക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അതിലിരിക്കും, അവന് ചാരിയിരിക്കും. അതിൽ വെക്കുന്ന കട്ട, ആ കട്ട വന്ന സാധനം കൈ കുത്തിയിരിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിൽ 4 ആളിരിക്കും കേട്ടോ. ഇതിൽ 4 ആളിരിക്കും, അപ്പുറത്ത് 4 ആൾ. ഇപ്പോൾ ഉള്ള കണ്ടീഷനാണ് 8 ആൾ. അപ്പോൾ അതിനുള്ള സംഗതിയാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പ്രിയമുള്ളവർ. അങ്ങനെ നോക്കുമ്പോഴാണ് മാനത്തൊരു എയറോപ്ലെയിൻ പോകുന്നത്. നമ്മൾ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ ഇറങ്ങാൻ വേണ്ടി പോകുന്ന എയറോപ്ലെയിനാണ്. ഇത് കാണുമ്പോൾ നമ്മളെ കണ്ണ് ഫുള്ളായി നിറഞ്ഞിട്ടോ. നാട്ടിൻ്റെ ഓർമ്മയായി, എന്നാൽ നമ്മൾ പോകാമെന്നുള്ള ചിന്തയിലാണ് പിന്നെ. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ 2 എണ്ണം വെച്ചു, ഇനി അപ്പുറത്ത് 2 എണ്ണം വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ടെയ്നറിൻ്റെ ചൂട്ടിലാണ് വെച്ചിരിക്കുന്നത്. മഴ പെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ. അപ്പോൾ മഴ പെയ്താൽ മഴ നനയില്ല, പൊടി നനയില്ല, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതിനാണ് അവരിയ്ക്കുന്ന സ്ഥലം. ഈ സാധനങ്ങൾ വെച്ച് അതിൽ ചാരി ഇരിക്കും അവർ. അതിന് 2 പിന്നെ കട്ടിയുള്ള സാധനമുണ്ട്, അത് വെച്ച് കൈ കുത്തി അങ്ങനെ ഇരിക്കും. എന്നിട്ട് അങ്ങനെ നുണയും പറഞ്ഞ് ചായയും കുടിച്ച് അവിടെ ഇരിക്കും. ഇതിൻ്റെ നടുഭാഗത്ത് തീയിട്ടിട്ട് ആളി കത്തിക്കും തീ. എന്നിട്ട് ആ തീയിൻ്റെ ചൂടേറ്റ് അങ്ങനെ കുത്തും. എന്ത് ചൂടാണ്, ഭയങ്കരമായ ചൂടാണ് ഇവിടെ. വെയിൽ കാലമല്ലേ. അപ്പോൾ ഈ ചൂടിൻ്റെ ഇടയിലും അവർക്ക് ഈ തീ കത്തിച്ചിരിക്കണം. അതായത് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നറിയില്ല. അപ്പോൾ ആ തീയിൻ്റെ ചൂടിലാണ് വീണ്ടും ഇവരിയ്ക്കുക. ഈ സാധനങ്ങൾ അവർക്ക് കൈ വെച്ചിങ്ങനെ കുത്തിയിരിക്കാൻ, അതിന് അങ്ങേ ഭാഗത്തും ഇങ്ങേ ഭാഗത്തും ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ ചാരിയിരിക്കാനാണ് കിളവന്മാരാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് വെള്ളിയാഴ്ച ആയിട്ടും പെരുന്നാളായിട്ടും നമുക്ക് യാതൊരു ഒഴിവുമില്ല. വെള്ളിയാഴ്ച ഇന്നിപ്പോൾ കുറച്ച് കൂടുതലാണ്. കണ്ടോ, ഈ മരങ്ങളൊക്കെ വെച്ചിട്ട് ഈ നടുഭാഗമാണ്. അപ്പുറത്തും ആൾക്കാർ ഇരിക്കുക. 3 ഭാഗത്തും ആളുണ്ട് കേട്ടോ. ഒരു ഭാഗം ഒഴിവാണ്. ഒരു ഭാഗം ഒഴിവെന്ന് പറഞ്ഞാൽ അവിടെ വിറക് വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ കണ്ട ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ വലിയ വലിയ കഷ്ണങ്ങളുണ്ട്, ചെറുതുണ്ട്. എല്ലാം വെച്ചതിന് ശേഷം ആ ഇരുമ്പിൻ്റെ മുകളിലാണ്, പിന്നെ കണലായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് നമ്മളെ തീ വെള്ളം വെക്കൽ, ചോറിൻ്റെ ഇതൊക്കെ. കണ്ടോ, ഇതേമാതിരി മരങ്ങൾ നിറയെ അടിയിലിടും. ഇഷ്ടംമാതിരി വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് ചെറുതാണ് വെക്കണത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ തീയാണ്ട് ആളി കത്തിക്കും. ആ ആളി കത്തുന്ന തീ പിന്നെ നമ്മൾ അതിൽ കോഴി തിളപ്പിക്കും. ആ വലിയ പാത്രത്തിൽ ചെറിയ കുക്കറിൽ പിന്നെ അരി ഇടുമ്പോൾ കണ്ടോ, ഈ സാധനം വെച്ചിട്ട് അവർ അങ്ങനെ ചാരിയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. പെരുന്നാളാണ്, വലിയ പെരുന്നാളാണ്, ഒന്നും കാര്യമില്ല. രാവിലെ അറിവുണ്ടായിരുന്നു. 10 ആടും ഒരു ഒട്ടകം. നാളെയാണ് ഒട്ടകം കേട്ടോ. ഇന്ന് ആട് മാത്രമേ അകത്തുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ട് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഇവർ ഇരിക്കേണ്ടത് കേട്ടോ. ആണോ, നല്ല ഉഷാറായിട്ട് ചാരി ഇരിക്കാനാണ്. അത് കുറച്ച് കാലും കൊണ്ട് കൈ കൊണ്ടൊക്കെ വെക്കാതെ വയ്യാത്ത ആൾക്കാർ, ഊരവേദനയൊക്കെ ഉള്ള ആൾക്കാർ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ, ചെറുതൊന്നും കൂടി ഉണ്ട്. അതിന്മേൽ ഒരു കിളവൻ വന്നിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞ് ഇവിടെ ഒന്ന് അടിച്ചു വരാനുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ പൊടിയും കാര്യങ്ങളും ഒക്കെ കാറ്റിന് വന്നതും ഒക്കെ ഒന്ന് അടിച്ചു വരും. ബ്രഷ് കൊണ്ട് തൂത്ത് വാരിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്നോളും. പഴയ കച്ചറകളൊക്കെ ഉണ്ടോ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കച്ചറയാണ്. വെള്ളിയാഴ്ച ഈ ഇടയിലൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആഴ്ചയിൽ ചില ഇടയിൽ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ മരുഭൂമിയാണ്. ആ കാണുന്നത് കേട്ടോ, അതാ കാണുന്നുണ്ടില്ലേ, അങ്ങ് മരുഭൂമിയാണ് അതൊക്കെ. അപ്പോൾ മരുഭൂമിയിലെ ഓരോ കുന്നും മേടും അതിൻ്റെ മേലെ കൂടിയൊക്കെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. വലിയ കുന്നിൻ്റെ മുകളിലാണ് അവിടെ കാണുന്നതൊക്കെ. അങ്ങനെ അതാണ് മരുഭൂമികളാണ്.
അപ്പോൾ നമ്മൾ ടൗണിനെ വിട്ട് കുറച്ച് ദൂരത്താണ്. ഇതിൻ്റെ അടുത്ത് തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കജൂറിൻ്റെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് മരുഭൂമിയിലെ ജീവിതം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ ചാനലിലെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ 2-3 കണ്ടെയ്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, ലോറിക്ക് കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അതിലാണ് ഈ സംഭവം. ഇത് നമ്മൾ നിസ്കരിക്കുന്ന പള്ളിയാണ് കേട്ടോ. പള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ കുഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഇനി അവിടെ നിസ്കരിക്കുന്ന വേറെ സാധനം കൊടുന്നുള്ളൂ. ഞാൻ ഇതൊക്കെ റോട്ടിൽ നിന്ന് ഏറ്റിക്കൊണ്ടു ഞാൻ സ്വന്തമായിട്ട് നിർവഹിച്ചുണ്ടാക്കുന്നതാണ്. ഇത് ചില കളവന്മാർക്ക് ചാരി ഇങ്ങനെ കൈ കുത്തിയിരിക്കാനുള്ളതാണ്. അപ്പോൾ പള്ളീൻ്റെ സാധനം വെക്കാണ്ട് ഇനി ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട്. കഴിഞ്ഞ ആഴ്ച തന്നെ തിന്നുങ്ങാണ്ട് ഇട്ടിട്ട് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇട്ട് പോയ പാത്രങ്ങളൊക്കെ മോറാണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. ഒരു കണ്ടെയ്നറാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഡോർ ഇങ്ങനെ തുറക്കണം. ഭയങ്കര വെയിറ്റാണ് തകരം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇനി മോറാനുണ്ട് ഒരുപാട്. കണ്ടോ പാത്രങ്ങൾ, ഇതൊക്കെ ചായക്ക് വെള്ളം വെക്കണതാണ്, തീൻ്റെ മുകളിൽ വെക്കണതാണ്. ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കും. അതാ ചെറിയ പാത്രങ്ങളൊക്കെ അതിലാണ് ഇതിൽ തിളപ്പിച്ചിട്ട് അതിൽ ഒഴിക്കും. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ഒരുപാട് സംഗതികൾ കഴുകാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊറുക്കി വെച്ചിട്ട് കഴുകണം പുറത്ത് കൊണ്ടിട്ട്. ഇപ്പോൾ കഴുകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, അടുത്ത് നമ്മൾ ഗ്ലാസ് കഴുകണം. ചായ ഗാവ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കഴുകി വൃത്തിയാക്കാനുണ്ട്. അവർ വന്ന ഒരു ഒഴിവും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ടെയ്നറാണ്, ഇരുമ്പിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്ലാസ്സുകളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചായ ഗാവ കുടിക്കുന്ന ഗ്ലാസ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം കഴുകി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ ഇനി വീണ്ടും പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് രാത്രി ഇവിടെ വീഡിയോ പിടിക്കാൻ പറ്റില്ല. അപ്പം ഇനി ഒരുപാട് കാര്യങ്ങൾ പിടിക്കാനുണ്ട്. രാത്രി അവർ വന്നാൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് പിടിക്കണതാണ്. അവരുണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പിടിക്കും, പക്ഷേ അതൊരു കാണാതെയാണ്. പക്ഷെ അതെവിടെയും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്രയാസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അവരില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ പിടിക്കുന്നതാണ് കാര്യങ്ങൾ. പിന്നെ ആ കാണുന്ന കണ്ടിട്ട് വലിയ പാത്രം, അതിലാണ് ചോറ് തിന്നുന്ന പാത്രങ്ങളാണ് ഇപ്പുറത്ത് കാണുന്നത്, എൻ്റെ ബാക്കിൽ കാണുന്നത്. അപ്പോൾ അവിടേക്ക് ക്യാമറ എത്തിയില്ല. ക്യാമറ എത്തുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ പാത്രം കൈകൾ ചടങ്ങ് വീണ്ടും തുടങ്ങിട്ടോ. ഇതാണ് ചോറ് വെക്കേണ്ട പാത്രം. ചോറ് വെക്കണ കുക്കറാണ്, പ്രഷർ കുക്കറാണ് കേട്ടോ. അതിൻ്റെ മൂടി അത്. പിന്നെ അപ്പോൾ ഇതാണ് സാധനം കേട്ടോ. ഇത് നമ്മൾ കോഴി വെക്കുന്നതാണ് കേട്ടോ. കോഴി വെക്കുന്നതാണത്. അത് കോഴി വെക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കരി പിടിച്ചിട്ട് കയ്യും കാലൊക്കെ കരിയാവും. ഭയങ്കര കരിയുള്ള സാധനമാണ്, കരിയുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കണ്ടവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചങ്കളെ. ഇതൊക്കെയാണ് നമ്മളെ പ്രയാസങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് ചായൻ്റെ പാത്രം കൂടി കഴുകാനുണ്ട്. കണ്ടില്ലേ, ഇത് എത്ര എണ്ണം ഉണ്ട്? 3 ചായയാണ്. ഒരു ചായ അല്ല അവർ കുടിക്കുക. ഒരു ചായ മധുരമല്ലാത്തത്, ഇനിയൊരു ചായ പിന്നെ പച്ച ചായ, ഇനി ഒരു വെള്ളം, അതായത് ഉലുവ, നമ്മുടെ ഉലുവല്ല, ഉലുവ അതിനെന്താ പറയുക, ഉലുവ പിന്നെ മല്ലി കൂടി ഇട്ടിങ്ങാണ്ട് തിളപ്പിച്ചു ഒരു പാത്രത്തിൽ. അങ്ങനെ 3 പാത്രം ചായ. പഞ്ചസാര വേണമെന്ന് പറഞ്ഞാൽ അത് വേറെ 4ാമത്. പിന്നെ ആ വലിയ പാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളച്ചും കൊണ്ട് വെക്കും. എപ്പോഴത് ഒഴിവാകുക അപ്പോൾ അതിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ച് ഒന്നിങ്ങനെ ഇതായാൽ അപ്പം കഴുകിയും കൊടുക്കണം. ചായ ഗ്ലാസ്സുകൾ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ടേയിരിക്കണം. ഇങ്ങനെയുള്ള പ്രയാസങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, വലിയ പെരുന്നാളായിട്ടും വെള്ളിയാഴ്ച ആയിട്ടും വലിയ പെരുന്നാളായിട്ടും ബാപ്പാക്ക് ഒഴിവില്ല പറഞ്ഞാൽ വള്ളി പോകാൻ പറ്റില്ല പറഞ്ഞ മാതിരി നമ്മൾ പ്രയാസത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ വലിയ പെരുന്നാളായാലും ശരി വെള്ളിയാഴ്ച ആയാലും ശരി നമ്മൾ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച മാത്രമാണ് ഇവിടെ ഉണ്ടായാൽ, ചില ദിവസങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇത്രയും പാത്രങ്ങൾ ചായപാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ പ്രിയമുള്ള ചങ്കളോട് പറയാനുള്ളത് എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതാണ് പാവം പ്രവാസിൻ്റെ ഒരവസ്ഥ. മരുഭൂമിയിൽ ഞാനും മണൽത്തരികളും മാത്രമാണ് ഇവിടെ ഉണ്ടാകുക കേട്ടോ. ചെന്നായ്ക്കൾ ചിലപ്പോൾ ഉണ്ടാകലുണ്ട്.
അപ്പോൾ നമ്മളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. പ്രിയമുള്ളവരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ബൈ ബൈ.